തടവറയ്ക്കുള്ളിലെ ജീവിതം അധ്യായം 37. റിഫാൻ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കൃപയെ ഇന്ത്യയിലെത്തിക്കണം. പക്ഷേ എങ്ങനെ? കൊറോണ വന്ന് മരണപ്പെട്ടു എന്ന് വിധിയെഴുതിയതാണ്. എന്താ ആലോചിക്കണേ? കൃപയുടെ ചോദ്യം കേട്ട് അയാൾ ഞെട്ടി മുഖമുയർത്തി. നിങ്ങളെ നാട്ടിലെത്തിക്കുന്നതിനെ പറ്റി തന്നെ. എനിക്ക് പവേട്ടനെ ഒന്ന് വിളിക്കണം. എൻ്റെ ഫോൺ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അവളൊന്ന് നെടുവീർപ്പെട്ടു. എല്ലാ ദുരന്തങ്ങൾക്കും കാരണമായത് അതുകൊണ്ടാണ്. അല്ല, റിഫാൻ പെട്ടെന്ന് പറഞ്ഞു. ഞാനല്ലേ എല്ലാം തുടങ്ങി വെച്ചത്. ഞാൻ കാരണമല്ലേ ജുവാന നിങ്ങളെ ഉപ്പയുടെ മുറിയിലാക്കിയത്. തുടർന്നുണ്ടായ എല്ലാറ്റിനും കാരണം ഞാനല്ലേ. അത് ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ എൻ്റെ കൈവശം ആ ഫോണുണ്ടായിരുന്നെങ്കിൽ ഇത്രയും വർഷങ്ങൾ എൻ്റെ മോനെ, എൻ്റെ ജുവാനയെ, എൻ്റെ പവേട്ടനെ ആരെയും കാണാതെ ഇത്രയും വർഷങ്ങൾ ഈ തടവറയ്ക്കുള്ളിൽ കുടുങ്ങിപ്പോകുമായിരുന്നോ? എൻ്റെ മോൻ എത്ര കരഞ്ഞിട്ടുണ്ടാവും. എൻ്റെ ജുവാനയും പവേട്ടനും എത്ര സങ്കടപ്പെട്ടിട്ടുണ്ടാവും. റിഫാൻ ശ്രദ്ധിക്കുകയായിരുന്നു. കൃപയുടെ മോൻ്റെ ഒപ്പമാണ് ജുവാനയും. മോനെ കാണാത്ത സങ്കടം പോലെ ജുവാനയെ കാണാത്തതിലും സങ്കടം. മോൻ കരയുന്നത് പോലെ ജുവാനയും കരയും, സങ്കടപ്പെടും എന്ന വേവലാതി. എത്ര നല്ല മനസ്സാണ് ഇവരുടേത്. എന്നിട്ട് താൻ ചെയ്തതോ? എന്തൊക്കെ ക്രൂരതകൾ താൻ ഇവരോട് ചെയ്തു. അയാൾ കൃപയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ എത്രമാത്രം നിങ്ങളെ ദ്രോഹിച്ചു. എന്നിട്ടെന്ത് എന്നെ വെറുതെ വിടുന്നു? നിങ്ങൾക്ക് സമൂഹത്തോട് പറഞ്ഞൂടെ നിങ്ങൾക്കുണ്ടായ ഈ അവസ്ഥയ്ക്കെല്ലാം കാരണം ഞാനാണെന്ന്? എന്ത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ ഒരുക്കമാണ്. എന്തേ അങ്ങനെ ചെയ്യാത്തെ? അയാൾ കൃപയുടെ ഇരു കൈകളും കൂട്ടിപ്പിടിച്ചു. എൻ്റെ ജുവാനയെ നിങ്ങൾ എത്രമാത്രം സ്നേഹിക്കുന്നു. എങ്ങനെ കഴിയുന്നു നിങ്ങൾക്ക്? കൃപ മറുപടി പറയാതെ അയാളുടെ മുഖത്തേക്ക് നോക്കി നിന്നു. അപ്പോൾ അവളുടെ ഹൃദയത്തിലേക്ക് ഒരു ബൈബിൾ വാക്യം തെളിഞ്ഞു വന്നു. ഞാൻ വന്നത് നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ പശ്ചാത്താപത്തിലേക്ക് നയിക്കാനാണ്. ചെറിയപ്പ എന്നോട് മിണ്ടണ്ട, എൻ്റെ അടുത്ത് വരികയും വേണ്ട. ജുവാന അടുക്കാൻ കൂട്ടാക്കാതെ നിന്നു. മോളെ, അയാൾ വിളിച്ചു. നിന്റെ കൃപയാൻ്റിയെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. വേണ്ട, എന്നോട് കളവ് പറയേണ്ട ചെറിയപ്പ. എനിക്ക് ചെറിയപ്പയെ ഇഷ്ടമല്ല. ഇഷ്ടപ്പെടാൻ എനിക്ക് കഴിയില്ല. കാരണം എൻ്റെ കൃപയാൻ്റീനെ ഇല്ലാണ്ടാക്കിയ ആളാ ചെറിയപ്പ. ഞാൻ പറയുന്നതൊന്ന് വിശ്വസിക്കും മോളെ. ചെറിയപ്പ, എൻ്റെ മുറിയിൽ നിന്ന് പുറത്തു പോകും. എനിക്ക് പഠിക്കാനുണ്ട്. മോളെ, നിന്റെ കൃപയാൻ്റിയെ കണ്ടുപിടിക്കാം. നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെ കണ്ടുപിടിക്കും? ജുവാനയ്ക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ചുണ്ടായി. എത്ര വർഷങ്ങളായി ആൻറ്റീനെ കാണാതായിട്ട്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ. ഇപ്പോൾ ഞാൻ +2-ലേക്ക് കയറി. ഇനി എവിടെ ചെന്ന് കണ്ടുപിടിക്കും എൻ്റെ കൃപയാൻ്റിയെ? അതും പറഞ്ഞവൾ കരഞ്ഞു. അപ്പോഴേക്കും ജാസ്മിൻ അവിടേക്ക് വന്നു. മോളെന്തിനാ കരയുന്നേ? അവർ ചോദിച്ചു. ഏയ്, ഒന്നുമില്ലുമ്മ. ഞാൻ പഠിക്കുകയായി. ചെറിയപ്പായോട് എന്നെ ശല്യം ചെയ്യാതെ പോകാൻ പറയുമ്മ. ജാസ്മിൻ റിഫാൻ്റെ മുഖത്തേക്ക് നോക്കി. അയാൾ ഒന്നും മിണ്ടാതെ പുറത്തേക്കിറങ്ങി. പിറകെ ജാസ്മിനും. ജുവാന ഉടൻ റൂമിൻ്റെ വാതിൽ അകത്തുനിന്ന് അടച്ച് കുറ്റിയിട്ടു. എന്നിട്ട് പൊട്ടി കരഞ്ഞു. ചെറിയപ്പ, ദുഷ്ടൻ, എൻ്റെ പാവം ആൻറ്റീനെ കൊന്നുകളഞ്ഞ ദുഷ്ടൻ. എന്നിട്ടിപ്പോൾ കണ്ടുപിടിക്കാമെന്ന്. പെട്ടെന്നൊരു നടുക്കം ജുവാനയിലുണ്ടായി. ചെറിയപ്പായുടെ വാക്കുകൾ അവൾ ഓർത്തു. നിന്റെ കൃപയാൻ്റി. അപ്പോൾ ചെറിയപ്പയ്ക്ക് വല്ലാത്തൊരു മാറ്റം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ചെറിയപ്പ ആൻറ്റിയുടെ പേരെടുത്ത് പറയില്ല. അതും ഇത്ര സൗമ്യനായി. ഇനി എവിടെയെങ്കിലും ഒളിവിൽ പാർപ്പിച്ചിട്ടുണ്ടോ ആൻറ്റീനെ? അല്ലെങ്കിൽ ചെയ്തുപോയ പാവത്തെക്കുറിച്ചുള്ള കുറ്റബോധമാണോ? ജുവാനയ്ക്ക് ഒരെത്തും പിടിയും കിട്ടിയില്ല. അവൾ കണ്ണുകളടച്ച് പ്രാർത്ഥിച്ചു. അപ്പോഴും അവളുടെ കൺമുൻപിൽ ഉപ്പുപ്പായുടെ മുറി തെളിഞ്ഞു വന്നു. പടച്ചോനെ, കാക്കണേ. ജുവാനയ്ക്കരികിൽ നിന്ന് റിഫാൻ നേരെ പോയത് കൃപയ്ക്കരികിലേക്കാണ്. താടിക്ക് കൈതാങ്ങി അയാൾ അങ്ങനെ ഇരുന്നു. ജുവാനയെ കണ്ടോ? കൃപ ചോദിച്ചു. അയാൾ മറുപടി പറയാതെ അതേ ഇരിപ്പിരുന്നു. എന്താ ഒന്നും മിണ്ടാത്തെ? പെട്ടെന്ന് അയാൾ മുഖമുയർത്തി. കണ്ടു, പക്ഷെ ഒന്നും പറയാൻ പറ്റിയില്ല. അവളെന്നെ റൂമിൽ നിന്ന് പുറത്താക്കി. കാരണം അവളുടെ കൃപയാൻ്റിയെ ഇല്ലാണ്ടാക്കിയ ദുഷ്ടനല്ലേ ഞാൻ. അത് പറയുമ്പോൾ അയാളുടെ സ്വരം ഇടറിയിരുന്നു. എന്താ സ്വരത്തിനൊരു ഇടർച്ച? ആ ഫോണൊന്നതാ. ഞാൻ ജുവാനയോട് സംസാരിക്കാം. ഇല്ല, അവളത് വിശ്വസിക്കില്ല. ഞാൻ നടത്തുന്ന തട്ടിപ്പായേ അവളതിനെ കാണൂ. എങ്കിൽ ജുവാനയെ എൻ്റെ അടുക്കൽ എത്തിക്കേ. എങ്ങനെങ്കിലും ഞാൻ അവളോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞോളാം. നിങ്ങളെന്നെ ഒരു വിധത്തിലും ഉപദ്രവിച്ചിട്ടില്ല എന്നേ പറയൂ ഞാൻ. എന്നെ രക്ഷിക്കാൻ നോക്കണ്ട, റിഫാൻ പറഞ്ഞു. എത്രയും പെട്ടെന്ന് പെരിങ്കരിയിലെത്താൻ നോക്കാം. എൻ്റെ രക്ഷ നോക്കിയിട്ടല്ലേ താമസം വരുന്നത്.
ഇതാ ഫോൺ, വിളിക്ക്, നിങ്ങളുടെ പവേട്ടനെ വിളിക്ക്, എന്നിട്ടെല്ലാം പറയ്. ഞാനിവിടെയുള്ള ഇന്ത്യൻ എംബസിയിലേക്കും വിളിക്കാം. അപ്പോൾ കാര്യങ്ങളെല്ലാം വേഗത്തിലാവും. ആലോചിക്കാതെ ഒന്നും ചെയ്യല്ലേ. കൃപ അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി പറഞ്ഞു. പവേട്ടനെ ഒന്ന് കാണാൻ, ഒന്ന് മിണ്ടാൻ ഞാൻ എത്രമാത്രം കൊതിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയോ? അതുപോലെ എൻ്റെ മോനെയും ജുവാനെയും ഒന്ന് കാണാൻ, അവരെ ഒന്ന് തൊടാൻ, 2 വാക്ക് സംസാരിക്കാൻ എൻ്റെ മനസ്സ് വെമ്പുകയാണ്. പക്ഷേ ഇതിനിടയിൽ നിങ്ങളെയും ഞാൻ ഓർക്കുന്നു. ഒരാപത്തും വരാതെ നിങ്ങളും രക്ഷപ്പെടണം. എൻ്റെ പടച്ചോനെ, റിഫാൻ അറിയാതെ വിളിച്ചുപോയി. ഈ കരുതൽ, ഈ സ്നേഹം, ഇതാണോ ഇന്ത്യക്കാർ? ഇതാണോ ഭാരത സ്ത്രീകൾ? എന്തു നല്ല വ്യക്തിത്വം, എത്ര ഹൃദയവിശാലത! ഇതാണോ താൻ ചവിട്ടിയരച്ച് കൊല്ലാൻ നോക്കിയത്? പെട്ടെന്ന് അയാൾ തൻ്റെ വലതുകാലിലേക്ക് നോക്കി. അത് കണ്ട കൃപയും പേടിച്ചു. പക്ഷേ അത്ഭുതം, ഒന്നും സംഭവിച്ചില്ല. ഒരു ഭാവഭേദവും അയാൾക്കുണ്ടായില്ല. ഞാനൊരു മനുഷ്യനായി, റിഫാൻ സ്വയം നെഞ്ചിൽ തല്ലി പറഞ്ഞു. കൃപ എന്നെ ഒരു മനുഷ്യനാക്കി. അതും പറഞ്ഞയാൾ അവൾക്ക് മുൻപിൽ കൈകൂപ്പി നിന്നു. ഇതാ, ഈ വലതുകാലിലേക്ക് നോക്കിയാൽ എനിക്ക് ഇന്ത്യക്കാരോട് കലിപ്പാകും. കയ്യിൽ കിട്ടിയാൽ കൊല്ലണമെന്ന് തോന്നും. പക്ഷേ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല. അതിന് കാരണം കൃപയാണ്. കൃപയും വല്ലാതായി. എന്തു പറയണമെന്നറിയാതെ നിന്നുപോയി. തുടരും. താങ്ക് യു.